നമ്മൾ ഇതേപോലെ ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് ഒരു സെയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമുക്ക് പ്രൊഡക്ട്സ് വേണമല്ലോ. അപ്പോൾ പ്രൊഡക്ട്സ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ പ്രൊഡക്ട്സ് വരും. ഇതിപ്പം ആദ്യമായിട്ട് ഓപ്പൺ ആക്കുന്ന ആൾക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റും ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ റൈറ്റ് കോർണറിലുള്ള ഈ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വിൻഡോസുകൾ ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ യൂണിറ്റ് ടൈപ്പ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമുക്ക് കെ ജിയിലാണോ അല്ലെങ്കിൽ പീസസിലാണോ ബോക്സ് അളവിലാണോ എങ്ങനെയാണോ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യേണ്ടത് ആ ഒരു യൂണിറ്റ് ടൈപ്പുകളാണ് നമ്മളവിടെ യൂണിറ്റ് ടൈപ്പിൽ സെലക്ട് ചെയ്യേണ്ടത്. അത് ഓൾറെഡി ഇപ്പോൾ ഇതിൽ ഡീഫോൾട്ടായിട്ട് കുറച്ച് യൂണിറ്റുകൾ ഉണ്ടാവും. അല്ലാതെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് യൂണിറ്റുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. അതേപോലെ ബ്രാൻഡ്സ് ഏതൊക്കെ ബ്രാൻഡിൻ്റെതാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്, ബ്രാൻഡ് നെയിം വേണമെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് നെയിം ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. കാറ്റഗറീസിൽ നമുക്ക് എന്താണ് ഏത് ടൈപ്പ് സാധനങ്ങളാണ്, ടോയ്സ് ആണോ ഗ്രോസറി ആണോ അല്ല വേറെ എന്തെങ്കിലും ആണോ അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പം ഇത്രയും സാധനങ്ങളിപ്പം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഡക്റ്റിൻ്റെ നെയിം കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ഗാലക്സി ബിസ്ക്കറ്റ് നമുക്ക് ആഡ് ചെയ്യാം. ഗാലക്സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊഡക്റ്റ് നെയിം ലോക്കലിൽ, അതായത് ഏത് ലാംഗ്വേജിലാണോ ആ ലാംഗ്വേജിൽ ഇവിടെ വരും. ഇപ്പോൾ നമ്മൾ അറബിക് സെലക്ട് ചെയ്തുകൊണ്ട് അറബിക്കിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ബാർകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇവിടെയൊന്നും നമുക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ വാറ്റ് സെലക്ട് ചെയ്യാം. നമുക്ക് വാറ്റ് 50% ആണെങ്കിൽ 50% സെലക്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നമ്മൾ കൊടുക്കുമ്പോൾ അത് ടാക്സും കൂടി ഉൾപ്പെട്ടിട്ടുള്ള പ്രൈസാണോ അല്ല ടാക്സ് ഇല്ലാത്ത പ്രൈസാണോ എന്നുള്ളതാണ് ഇവിടെ ടാക്സ് എക്സ്ക്ലൂഡ് ടാക്സ് ഇൻക്ലൂഡ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ടാക്സ് എക്സ്ക്ലൂഡാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബൈ പ്രൈസ് ഇപ്പം ഒരു 10 രൂപക്കാണ് ഇത് വാങ്ങുന്നത്. അപ്പം പ്രൈസ് 1 നമുക്ക് ഒരു 12 രൂപയ്ക്ക് ഇത് വെക്കുക എന്ന് വെച്ചാൽ അതവിടെ ആഡ് ചെയ്യാം. പ്രൈസ് 2ഉം പ്രൈസ് 3ഉം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ കറൻസി നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മളൊരു 100 പീസുകളാണ്. പിന്നെ കാറ്റഗറി ഇവിടെ നമുക്ക് ഇപ്പം പ്രത്യേകിച്ചൊരു കാറ്റഗറി ഇല്ലയെന്നുണ്ടെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ബ്രാൻഡ് ഏത് ബ്രാൻഡാണ് എന്നുള്ളത് അതും നമ്മൾ ജനറൽ സെലക്ട് ചെയ്ത് പോവുകയാണ്. യൂണിറ്റ് ടൈപ്പ് നമുക്കിപ്പം ഒരു ബോക്സ് ഇതിലാണ് യൂണിറ്റിലാണെന്നുണ്ടെങ്കിൽ സേവ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് സേവായി. ഈ ഒരു പോപ്പപ്പ് മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയും പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യണോ വേണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വേണ്ട എന്നുണ്ടെങ്കിൽ നോ കൊടുത്തു കഴിഞ്ഞാൽ സക്സസ്ഫുള്ളി നമുക്കിവിടെ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഗാലക്സിന്ന് സെർച്ച് ചെയ്താൽ ഗാലക്സി വന്നു. അത് 100 ഓപ്പണിംഗ് സ്റ്റോക്ക് 100 പീസ് ഉണ്ട്. 10 രൂപയാണ് നമുക്ക് കോസ്റ്റ് വരുന്നത്. 12 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്നു. അതിൻ്റെ ടാക്സ് എത്രയാണെന്ന് ഇവിടെ ഒന്നുണ്ട്. ഇത്രയാണ് ഒരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത്. ഓക്കെ.